അതുപോലെ തന്നെ ഇപ്പോൾ നാട്ടിൽ നിന്ന് ജോലി കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് ഒരുപാട് ആളുകളെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കേസുകൾ അറിയാം. ഇപ്പോൾ ലേഡീസ് ആയാൽ പോലും അങ്ങനെ വൻ തുക ഓഫർ ചെയ്തിട്ട് ഇവിടെ എത്തുമ്പോഴേക്കും താമസ സ്ഥലം പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. ഇങ്ങനെ വരുന്ന ഒട്ടേറെ കേസുകൾ നമുക്ക് മുന്നിലെത്താറുണ്ട്. അത്തരത്തിലുള്ള കേസുകളും അത്തരത്തിലുള്ള സാഹചര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും? ഇത് വളരെ സ്ഥിരമായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഉമ്മുൽക്കോയിൽ ഇതുപോലെയുള്ള ഒരു മാറ്റർ അവിടുത്തെ അസോസിയേഷനിൽ പ്രസിഡൻറ്റ് പറയേണ്ടായി, ഇതിൻ അസോസിയേഷൻ്റെ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വരുന്ന ആളുകളൊക്കെ തന്നെ എൻജിനീയേഴ്സ് അല്ലെങ്കിൽ നേഴ്സുമാർ, അതുപോലെ ഡിഗ്രി മാസ്റ്റർ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ ആളുകളാണ്. എനിക്ക് അത്ഭുതം അവരെ എങ്ങനെ ഇവർക്ക് തെറ്റിദ്ധരിപ്പിക്കാനും കബളിപ്പിക്കാനും കഴിയുന്നു എന്നുള്ളതാണ്. അവരെ തെറ്റായ വാഗ്ദാനങ്ങൾ നൽകി ഒരു വിസിറ്റ് വിസ കൊടുത്ത് ഇവിടെ വന്ന് ഏതോ ഒരു റൂമിൽ അവരെ താമസ സൗകര്യം ശരിയാക്കി കൊടുക്കുന്നു. ഒരു മാസം കഴിയുമ്പോൾ അവർ റെൻ്റ് അടയ്ക്കുന്നില്ല. അങ്ങനെ അവിടുത്തെ ലാൻഡ് ലോഡ് വന്ന് അല്ലെങ്കിൽ അവിടുത്തെ ടെനൻറ്റ് വന്ന് ഇവരെ ഒഴിവാക്കുന്നു. അങ്ങനെ ഇവർ പെരുവഴിയിലാവും. അസോസിയേഷനുമായി ബന്ധപ്പെട്ടും കോൺസുലേറ്റുമായി ബന്ധപ്പെടും, നോർക്കയുമായി ബന്ധപ്പെടും. അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു പോവും. ചില ആളുകൾക്ക് വീണ്ടും തിരിച്ചു വരാൻ കഴിയാത്ത സാഹചര്യത്തിൽ, കാരണം വിസിറ്റ് വിസ എടുത്തു, അതിൻ്റെ കാലാവധി കഴിഞ്ഞു, ഫൈൻ അടയ്ക്കാൻ പണമില്ല, അങ്ങനെ പോകുമ്പോൾ ഔട്ട് പാസിൽ പോകുന്നു, ഡീപ്പോർട്ടേഷൻ, തിരിച്ചു വരാൻ പറ്റില്ല. നാളെ ഒരു ജെനുവിൻ വിസ കിട്ടുകയാണെങ്കിൽ പോലും ഈ രാജ്യത്ത് പ്രവേശിക്കാൻ പറ്റാത്ത തരത്തിലായി മാറുന്നു. ഒരേ ഒരു മാർഗം, നമ്മൾ ബോധവാന്മാരാവുക. അതായത് ഒരു ഓഫർ വരുമ്പോൾ അതിലെ ചതിക്കുഴികളുണ്ടെന്ന് പ്രതീക്ഷിച്ച് തന്നെ അത് നിങ്ങൾ പഠിക്കുക. ഗൂഗിൾ റിവ്യൂ പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക. നിസ്സഹായാവസ്ഥയിലെ ചോദ്യം ചെയ്യും, അല്ലെങ്കിൽ നിസ്സഹായാവസ്ഥയിൽ ഇപ്പോൾ ഒരു ലേഡീസ് ആണെങ്കിൽ വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഒരു ജോലി വാഗ്ദാനം ചെയ്യുമ്പോൾ അതിലേക്ക് പെട്ടുപോകുന്നല്ലേ, നമുക്ക് അവരെ എങ്ങനെ ബോധവാന്മാരല്ല എന്ന് പറയാൻ പറ്റും? അതായത് അങ്ങനെ ഒരാൾ ഓഫർ ചെയ്യുമ്പോൾ അതിലെ ആ വാക്കുകൾ നിങ്ങൾ ഗൂഗിളിലൂടെ, ഞാൻ പറയുന്നത് ഒരു കമ്പനിയുടെ അടിസ്ഥാനത്തിലാണ് ഒരു ജോലി ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ പരിശോധിക്കുക. നിങ്ങൾക്കൊരു വിസ കോപ്പി എന്ന് പറഞ്ഞ് അയച്ചു തരുന്ന സംഭവം അത് വിസിറ്റ് വിസയാണോ അല്ലെങ്കിൽ ഫോർജറി ചെയ്തിട്ടുള്ള വിസ കോപ്പിയാണോ പരിശോധിക്കുക. ഇവിടെ UAE-യിലേക്കാണെങ്കിൽ ICP എന്ന ആപ്ലിക്കേഷനിൽ പോയാൽ നമ്മുടെ പാസ്പോർട്ട് നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്താൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ വിസ വാലിഡിറ്റി പരിശോധിക്കാൻ കഴിയും. അതുമല്ലെങ്കിൽ നോർക്കയിൽ നിങ്ങളൊരു കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നിങ്ങളെ തിരിച്ചു വിളിക്കും ഏത് രാജ്യത്തും. അങ്ങനെ ഒരു നമ്പറുണ്ട്, നിങ്ങൾ നോർക്ക സെർച്ച് ചെയ്തോളൂ, കിട്ടും. അതുമല്ലെങ്കിൽ PBSK, പ്രവാസി ഭാരതീയ സഹായതാ കേന്ദ്ര, അങ്ങനെ കോൺസുലേറ്റിലൊരു സർവീസ് ഉണ്ട്, അത് സെർച്ച് ചെയ്തോളൂ, ഡൗൺലോഡ് ചെയ്തോളൂ, നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻ കിട്ടും. അതിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വിസ വെരിഫിക്കേഷൻ കൂടി നടത്താനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ തിരക്ക് പിടിക്കാതെ സമയമെടുത്ത് അമിതമായ സാലറി ഓഫറുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ പണം നൽകി വഞ്ചിതരാവാതിരിക്കുക. നമുക്ക് ആ ജോലി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടുത്തെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പലരും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന ആ ഒരു ആഗ്രഹമാണ് അവരെ ഇതുപോലുള്ള ചതിക്കുഴിയിലേക്ക് എത്തിക്കുന്നത്.